നൈസ് ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് കുട്ടികളിലെ സ്വഭാവ വൈകല്യത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നൊരു സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ODD എന്നൊരു സ്വഭാവ വൈകല്യത്തെക്കുറിച്ചാണ്. ഒപ്പോസിഷണൽ ഡീവിയന്റ് ബിഹേവിയർ. സാധാരണയായി ഈ സ്വഭാവ വൈകല്യം 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളിലാണ് കണ്ടുവരുന്നത്. എന്തിനേയും ഏതിനേയും എതിർക്കാനുള്ള ഒരു പ്രവണത, എതിർത്ത് സംസാരിക്കാനുള്ള ഒരു പ്രവണത, ദേഷ്യം, വാശി, അരിശം, ദുശാഠ്യം, ഈ കാര്യങ്ങളൊക്കെ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുണ്ട്. അപ്പം ഈ ADHD കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്വഭാവ വൈകല്യമുള്ള കുട്ടികളെയും കൈകാര്യം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടോ കാര്യമില്ല. അവർക്ക് ട്രീറ്റ്മെൻറ്റ്, ചികിത്സയാണ് ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറിനെയോ സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറെയോ കാണിച്ച് ഈ കുട്ടികൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്തം. ഇന്ന് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിവിധ തരം ചികിത്സാ രീതികളും തെറാപ്പികളും ഒക്കെ ഉണ്ട്. ഫാമിലി തെറാപ്പി, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, മ്യൂസിക്കൽ തെറാപ്പി, ബ്രീത്തിങ് എക്സസൈസ്, ഇത്തരം കാര്യങ്ങളിലൂടെ ഇത്തരം സ്വഭാവ സവിശേഷതകൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടിയല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളും, ശരിയായിക്കൊള്ളും, അതൊന്നും ഇപ്പം ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളുടെ ഇത്തരം സ്വഭാവ സവിശേഷതകളെ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അതവിടെ തിരുത്തപ്പെടാതെ കിടക്കുകയും ഇത് തന്നെയാണ് ശരി, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നൊരു മനോഭാവം കുട്ടികളിൽ രൂപപ്പെടുകയും പിന്നെ ആ ബിഹേവിയർ മാറാതെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതും കുറച്ചുകൂടി കഴിയുമ്പോൾ, കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്കും നയിക്കാറുമുണ്ട്. അപ്പം ഏതൊരു പ്രശ്നത്തിൻ്റെയും, പ്രത്യേകിച്ച് കുട്ടികളിൽ കണ്ടുവരുന്ന ഏതൊരു വൈകല്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. എത്രയും നേരത്തെ കണ്ടെത്തുക, ചികിത്സ ഉറപ്പാക്കുക എന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികളിൽ ഇത്തരം വൈകല്യങ്ങൾ കാണുകയും ഈ ഒരു സ്വഭാവ വൈകല്യങ്ങൾ 6 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഒരു വിദഗ്ധരുടെ സഹായം തേടുക തന്നെ വേണം.